AICC അഴിച്ചുപണിയിൽ കേരളത്തിനും നേട്ടം. ഇപ്പോൾ കർണാടകത്തിന്റെ ചുമതലയാണ് KC വേണുഗോപാലിനുള്ളത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് KC വേണുഗോപാലിനെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത്. നേരത്തെ മുതിർന്ന നേതാവ് അശോക് ഗെഹ്ലോട്ടാണ് ഈ പദവി കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹം രാജസ്ഥാൻ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ സാഹചര്യത്തിലാണ് പകരക്കാരനായി KC വേണുഗോപാൽ എത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന KC വേണുഗോപാൽ പുതിയ പ്രമോഷനോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി മാറുകയാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ തീച്ചൂളയിൽ നിന്ന് കരുത്താർജിച്ചതാണ് KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ ജീവിതം. പുന്നപ്ര വയലാറിന്റെ കമ്മ്യൂണിസ്റ്റ് മനസ്സിനെ അനുകൂലമാക്കിയ കോൺഗ്രസുകാരനാണ് കേരള രാഷ്ട്രീയത്തിൽ കരുണാകരന്റെ കണ്ടെത്തലുകളിലൊന്നായ വേണുഗോപാൽ. ആലപ്പുഴയെ വലതുപക്ഷത്തേക്ക് പാകപ്പെടുത്തിയ വേണുഗോപാൽ ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡിലെ അമരക്കാരനാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ അതിവിശ്വസ്തൻ താനാണെന്ന് അടിവരയിടുകയാണ് പുതിയ പദവിയിലൂടെ KC വേണുഗോപാൽ. ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ തുടർഭരണ മോഹങ്ങളെ വെട്ടിയൊതുക്കിയ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് വിജയങ്ങളുടെ കരുത്തിൽ വേണുഗോപാലിനെ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല ഏൽപ്പിക്കുകയാണ്. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച AK ആന്റണിക്ക് പോലും പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാകാൻ കഴിഞ്ഞിട്ടില്ല. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും AICCയിൽ വെറും ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെയാണ് KCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം ചർച്ചയാകുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും അപ്പുറത്തേക്കും KC വേണുഗോപാൽ എത്തുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒന്നാം നമ്പർ പദവിയിലേക്ക് എത്താനുള്ള ഹൈക്കമാൻഡ് പിൻബലം തനിക്കുണ്ടെന്ന് വേണുഗോപാൽ ഇതിലൂടെ തെളിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിസത്തിൽ അധിഷ്ഠിതമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ I വിഭാഗം വേണുഗോപാലിലേക്ക് ചുരുങ്ങാനും സാധ്യത ഏറെയാണ്. കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു തുടക്കം. K മുരളീധരനെതിരെ തിരുത്തൽ വാദവുമായി ചെന്നിത്തലയും G കാർത്തികേയനും പോരാട്ടത്തിനിറങ്ങിയപ്പോൾ വേണുഗോപാലും ആ പക്ഷത്ത് ഉറച്ചുനിന്നു. മൂന്നാം ഗ്രൂപ്പിൽ നിന്ന് സംസ്ഥാന മന്ത്രിയായി, പിന്നെ വിശാല I ഗ്രൂപ്പിന്റെ നേതാവായി. അപ്പോഴും I ഗ്രൂപ്പിലെ എല്ലാവർക്കും മീതെ വേണുഗോപാൽ എത്തുന്നത് രാഹുൽ ഗാന്ധിക്ക് ഈ നേതാവിലുള്ള വിശ്വസ്തതയുടെ തെളിവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കളിൽ ഹൈക്കമാൻഡിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി വേണുഗോപാൽ മാറുകയാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വേണുഗോപാലിന്റെ വാക്കുകൾ പ്രസക്തമാകും. എല്ലാം തീരുമാനിക്കുന്നതിൽ ഈ നേതാവിനുമുണ്ടാകും നിർണായക സ്ഥാനം. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി 5 വർഷം ഇതേ സ്ഥാനത്ത് തുടർന്നു. പിന്നീട് 1992 മുതൽ 2000 വരെ തുടർച്ചയായി 8 വർഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു. K കരുണാകരന്റെ പ്രിയ അനുയായിയായി മാറിയതായിരുന്നു വേണുഗോപാലിന് കരുത്തായത്. 1996 മുതൽ തുടർച്ചയായി 3 തവണ ആലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2004-2006 കാലയളവിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രിയായി. ഇതിനിടെ 2009 ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും 15ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ലോക്സഭാംഗം എന്ന നിലയിൽ പാർലമെന്റിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റി, ഗതാഗതം, വിനോദസഞ്ചാരം, സാംസ്കാരികം എന്നിവയ്ക്കായുള്ള കമ്മിറ്റി, റെയിൽവേ കൺവെൻഷൻ കമ്മിറ്റി, കൃഷികാര്യങ്ങൾക്കായുള്ള കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗമായി. MP എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിൽ 2011 ജനുവരിയിൽ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 2ാം UPA സർക്കാരിൽ ഊർജ്ജ വകുപ്പിന്റെ ചുമതലയുള്ള സഹമന്ത്രിയുമായി. തുടർന്ന് 2012 ഒക്ടോബർ മുതൽ വ്യോമയാന വകുപ്പിന്റെ സഹമന്ത്രിയായും സ്ഥാനമേറ്റു. NSSനും എന്നും പ്രിയപ്പെട്ട നേതാവായിരുന്നു വേണുഗോപാൽ. മന്ത്രി പദവിയിൽ വേണുഗോപാൽ എത്തുന്നതിന് ഇതും പലപ്പോഴും കാരണമായിരുന്നു. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ നേതാവായി വേണുഗോപാൽ ഉയരുമ്പോൾ അതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന ലേബലാണ്. ഗോവയിലും തെലങ്കാനയിലും കർണാടകയിലും ഹരിയാനയിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രശ്നപരിഹാരത്തിന് രാഹുൽ നിയോഗിച്ചത് വേണുഗോപാലിനെയായിരുന്നു. കർണാടകയിൽ BJP തന്ത്രങ്ങളെ വെട്ടിയെറിഞ്ഞ് അധികാരം കോൺഗ്രസിന് കൂടി അവകാശപ്പെട്ടതാക്കിയതും വേണുഗോപാലാണ്. രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയെ കണ്ടെത്തിയതിന് പിന്നിലും വേണുഗോപാലിന്റെ തന്ത്രങ്ങളുണ്ട്. സംഘടനാ ജനറൽ സെക്രട്ടറിയായിരുന്ന അശോക് ഗെഹ്ലോട്ടിനെ രാജസ്ഥാനിലെ ഭരണം രാഹുൽ ഏൽപ്പിച്ചത് സച്ചിൻ പൈലറ്റിനെ തന്ത്രത്തിൽ അനുനയിപ്പിച്ചാണ്. സച്ചിൻ പൈലറ്റിനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള പ്രശ്നപരിഹാരം സാധ്യമാക്കിയത് വേണുഗോപാലാണ്. ഇതിനുള്ള അംഗീകാരമാണ് ഗെഹ്ലോട്ടിന്റെ പകരക്കാരനായുള്ള വേണുഗോപാലിന്റെ നിയമനം.